നമസ്കാരം. ജീവിതത്തിൽ ഇങ്ങനെ വല്ലാതെ ഭാരം തോന്നുമ്പോൾ എവിടെയെങ്കിലും ഒരു വെളിച്ചമുണ്ടാവും, ഒരു വാതില് തുറക്കും എന്നൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? പലപ്പോഴും അങ്ങനെ ഒരു തോന്നല് വരും അല്ലേ? അതെ. അപ്പോ ഡോണ്ട് ബി സാഡ് എന്ന പുസ്തകത്തിലെ അങ്ങനൊരു പ്രതീക്ഷ തരുന്ന ഒരു പാഠമാണ് നമ്മൾ ഇന്ന് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കാൻ പോകുന്നത്. ശരിയാണ്. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും എന്ന ആ ഒരാശയം. അതെ. ഈ വാക്കുകൾക്ക് പിന്നിലുള്ള ആശ്വാസം, ആ ഒരു പ്രതീക്ഷ, അതെങ്ങനെ നമ്മുടെ ചിന്തകളെ മാറ്റും എന്ന് നോക്കാമല്ലേ? തീർച്ചയായും. ഇത് വെറുമൊരു സമാധാനിപ്പിക്കാനുള്ള വാക്കൊന്നുമല്ല. അല്ല, ഇതൊരു ജീവിതത്തിന്റെ ഒരു നിയമം പോലെയാണ്, ഒരു താളം. പ്രയാസം വന്നാൽ അതിന്റെ കൂടെ തന്നെയോ തൊട്ടുപുറകെയോ ഒരു എളുപ്പമുണ്ടാകുമെന്നത് ഒരു ദൈവീകമായ ഒരു ക്രമീകരണം. ഋതുക്കൾ മാറുന്നതുപോലെ അല്ലേ? രാത്രിക്ക് ശേഷം പകല് വരുന്നതുപോലെ. അതെ, അത്രയും സ്വാഭാവികമാണത്. പക്ഷേ നമ്മൾ ഈ ഉദാഹരണങ്ങളൊക്കെ പറയാറില്ലേ? വിശക്കുമ്പോൾ കിട്ടുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ദാഹിക്കുമ്പോൾ കിട്ടുന്ന വെള്ളം, ഉറക്കമില്ലാത്ത രാത്രിക്ക് ശേഷം കിട്ടുന്ന ആ ഉറക്കം, രോഗം മാറുമ്പോൾ കിട്ടുന്ന ആശ്വാസം, ഇതൊക്കെ അനുഭവിക്കുമ്പോഴാണ് ആ എളുപ്പത്തിന്റെ വില മനസ്സിലാവുന്നത്. ശരിയാണ്. എന്നാലും ആ ഒരു ബുദ്ധിമുട്ടിന്റെ നടുവിൽ നിൽക്കുമ്പോൾ ഈ എളുപ്പം വരാനിരിക്കുന്നു എന്നോർക്കാൻ അത് കുറച്ച് പാടല്ലേ? പാടാണ്, തീർച്ചയായും പാടാണ്. അവിടെയാണ് ഈ പാഠം പറയുന്നൊരു കാര്യം, ഖദർ, അതായത് ദൈവിക വിധിയിലുള്ള ആ ഒരു വിശ്വാസം. ഖദർ. അതെ, എല്ലാം നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, രേഖപ്പെടുത്തപ്പെട്ടതാണ്, പേനകൾ ഉയർത്തപ്പെട്ടു, ഏടുകൾ ഉണങ്ങി എന്നൊക്കെ പറയില്ലേ? ആ ഒരു ബോധ്യം വന്നാൽ പിന്നെ സംഭവിച്ചു പോയതിനെ ഓർത്ത് ഒരുപാട് വിഷമിച്ചിട്ട് കാര്യമില്ല. അതായത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്നാ ചിന്ത. അതെ, ആ ചിന്തയ്ക്ക് പകരം ഇത് അല്ലാഹു തീരുമാനിച്ചതാണ്, അവൻ ഉദ്ദേശിച്ചത് എന്തായാലും നടക്കും എന്നൊരു ശാന്തത വരും. ശരി. അത് ഭാവിയെക്കുറിച്ചുള്ള പേടി കുറയ്ക്കും. കഴിഞ്ഞുപോയതിലുള്ള ആ ഒരു കുറ്റബോധം അതും മാറ്റാൻ സഹായിക്കും. ഈ ഒരു വിശ്വാസത്തിന് ശക്തി പകരുന്ന ഖുറാനിൽ ആവർത്തിക്കുന്നൊരു വാക്യമുണ്ടല്ലോ. ഉണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഫൈന്ന മഅലുസ്രി യുസ്ര. തീർച്ചയായും ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും. അതെ, അത് തൊട്ടടുത്ത ആയത്തിലും പറയുന്നുണ്ടല്ലേ, ഇന്ന മഅൽ ഉസ്രി യുസ്ര. അതെ, വീണ്ടും പറയുന്നു. ആവർത്തിക്കുന്നതെന്തിനാ? ആ വാഗ്ദാനത്തിന്റെ ഉറപ്പ് കാണിക്കാൻ. ഒരു ഞെരുക്കത്തിന് ഒരു എളുപ്പമല്ല, ഒരു ഞെരുക്കത്തിന് ഒരുപാട് എളുപ്പങ്ങൾ ഉണ്ടാവാമെന്നും ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. ഓഹോ. ഈ ഒരു പ്രതീക്ഷ, ഇതിന് ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഈ പാഠത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. പറയൂ. ഇബ്രാഹിം നബിയെ തീയിലേക്ക് എറിഞ്ഞ സംഭവം. ഭയാനകമായൊരവസ്ഥയാണത്. അതെ, പക്ഷെ ഖുർആൻ പറയുന്നതെന്താ? ആ തീ അദ്ദേഹത്തിന് തണുപ്പും സമാധാനവുമായി മാറിയെന്നാണ്. അവിശ്വസനീയം. അതുപോലെ മൂസാ നബി, ഫിറൗനും സൈന്യവും പിന്നാലെ, മുന്നിൽ ചെങ്കടൽ, എങ്ങോട്ടും പോകാൻ വഴിയില്ല. ആ ഒരു നിമിഷം ഓർക്കുമ്പോൾ തന്നെ. പക്ഷേ മൂസാ നബി എന്താ പറഞ്ഞത്? ഒരിക്കലുമില്ല, എന്റെ രക്ഷിതാവ് എന്റെ കൂടെയുണ്ട്, അവനെനിക്ക് വഴി കാണിച്ചു തരുമെന്ന്. അത്രയ്ക്ക് ഉറച്ച വിശ്വാസം. അതെ, എന്നിട്ട് കടൽ പിളർന്നു. അതുപോലെ നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബിയും അബൂബക്കർ സിദ്ദീഖും ആ ഗുഹയിൽ ഒറ്റപ്പെട്ടപ്പോൾ, തൗർ ഗുഹയിൽ. അതെ, ശത്രുക്കൾ തൊട്ടടുത്തെത്തിയിട്ടും അല്ലാഹു അവർക്ക് സമാധാനം നൽകി സംരക്ഷിച്ചു. ശരിയാണ്. അപ്പോ ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഏറ്റവും അസാധ്യമെന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ പോലും ഒരു രക്ഷാമാർഗം തെളിയും എന്നതിന്റെ തെളിവുകളാണിവ. അതെ, നമ്മൾ പലപ്പോഴും ആ പ്രശ്നത്തിന്റെ ഭിത്തിയിൽ മാത്രം നോക്കി നിൽക്കും, അതിനപ്പുറം കാണാൻ ശ്രമിക്കില്ല. ആ വേദനയിൽ മാത്രം ശ്രദ്ധിക്കും. അതെ, പക്ഷെ ഓർക്കണം, ഒരു കയർ വല്ലാതെ മുറുകിയാൽ അത് പൊട്ടുമെന്ന് പറയാറില്ലേ? അതുപോലെ ഒരു ആശ്വാസം വരും. അതെ, കണ്ണീരിന് ശേഷം ഒരു ചിരി, ഭയത്തിന് ശേഷം ഒരു സമാധാനം. അതാണ്. അതുകൊണ്ട് ഈ പാഠം തരുന്ന പ്രധാന സന്ദേശം, നിരാശപ്പെടരുത്. ഒട്ടും. കാലം എപ്പോഴും മാറും, ഇരുട്ട് മാറും, വെളിച്ചം വരും. ഇന്നത്തെ പ്രയാസം നാളെ ഒരു ഓർമ്മ മാത്രമായിരിക്കും. ശരിയാണ്. ഭാവി നമുക്കറിയില്ല, പക്ഷേ ഓരോ ഞെരുക്കത്തിന്റെ കൂടെയും ഒരു എളുപ്പം ദൈവം വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല വരുന്നത്, അല്ലെങ്കിൽ വിചാരിക്കുന്ന സമയത്തും ആവില്ല. എന്നാലും അത് വരും എന്ന് ഉറച്ചു വിശ്വസിക്കണം. അപ്പൊ ഈ ഒരു തിരിച്ചറിവ്, പ്രയാസവും എളുപ്പവും ഇങ്ങനെ മാറി മാറി വരും എന്നുള്ള ആ ഒരു ചിന്ത, അത് നമ്മുടെ സാധാരണ ജീവിതത്തില് ആ വെല്ലുവിളികളെ നേരിടാൻ എങ്ങനെയാണ് സഹായിക്കുക? അത് നമുക്ക് എന്താ പറയാ, സഹിക്കാനുള്ളൊരു കഴിവ് തരും. പ്രതീക്ഷ കൈവിടാതിരിക്കാൻ സഹായിക്കും. ക്ഷമിക്കാൻ പഠിപ്പിക്കും. അതെ, ക്ഷമിക്കാനും പിന്നെ പ്രതികരിക്കുന്ന രീതി, അതിനെ കുറച്ചുകൂടി ശാന്തമാക്കാനും പക്വമാക്കാനും ഇത് സഹായിക്കും.
കാരണം എല്ലാം മാറും എന്നൊരു ബോധ്യം ഉള്ളിലുണ്ടല്ലോ. ശരിയാണ്. ആ ഒരു ഉറപ്പ് മുന്നോട്ടു പോകാൻ ഒരു ധൈര്യം തരും. വളരെ പ്രധാനപ്പെട്ട ചിന്തകളാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോ കേൾക്കുന്നവർക്കായി ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരു രക്ഷയുമില്ല എന്ന് തോന്നിപ്പോയ ആ കയറ് വല്ലാതെ മുറുകിയ ഒരു സാഹചര്യം ഓർക്കാൻ പറ്റുന്നുണ്ടോ? അന്ന് ഒരു പക്ഷെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ എങ്ങനെയാണ് അതിൽ നിന്നൊരു വഴി തുറന്നത്, ഒരു മോചനം കിട്ടിയത്? ആ ഒരു ഓർമ്മ, അത് ഇപ്പൊ നിങ്ങൾ നേരിടുന്ന ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ടിനെ പുതിയൊരു രീതിയിൽ കാണാൻ സഹായിക്കുന്നുണ്ടോ? ഒന്ന് ചിന്തിച്ചു നോക്കൂ.